കാരക്കാമണ്ഡപത്തിൽ പ്രസവത്തിനിടെ ചികിത്സ കിട്ടാതെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവം. ഇതിലിപ്പോൾ യുവതിയുടെ ഭർത്താവ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. നേമം പോലീസാണ് ഭർത്താവ് നയാസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. യുവതിയെ വീട്ടിൽ പ്രസവിക്കാൻ നയാസ് നിർബന്ധിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഗോകുൽനാഥ് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകും. ഗോകുല്, ഈ അതായത് അമിത രക്തസ്രാവമായിരുന്നു അമ്മയും കുഞ്ഞും മരിക്കാൻ കാരണമായത്. വീട്ടിൽ പ്രസവിക്കാനായി ഈ ഭർത്താവ് ഭാര്യയെ നിർബന്ധിച്ചു എന്നുള്ളതാണോ? എന്താണ് പോലീസിന് ലഭ്യമാവുന്ന വിവരങ്ങൾ? ാണ് ഈ നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. യുവതിക്ക് 35 വയസ്സാണ്. അതായത് യുവതി പൂന്തുറ സ്വദേശിയാണ്, ഭർത്താവ് പാലക്കാട് സ്വദേശിയാണ്. വിവാഹത്തെ തുടർന്ന് ഇവരെ ഒരുമിച്ച് ഇവിടെ കാരക്കാമണ്ഡപത്ത് വീടെടുത്ത് താമസിച്ചു വരികയായിരുന്നു. അതിനിടയിൽ യുവതിക്ക് 4ാമത്തെ പ്രസവമാണ്. 3 പ്രസവത്തിലും യുവതിക്ക് കോംപ്ലിക്കേഷൻസ് നേരിട്ടിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് യുവതി പലരോടായിട്ട് ആശങ്കകൾ പങ്കുവച്ചതാണ്. തനിക്ക് വീട്ടിൽ പ്രസവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ യാദസ്ഥിതിക കുടുംബമായിട്ടുള്ള ഇവര് ഭർത്താവ് അടക്കമുള്ളവർ നിർബന്ധിക്കുകയായിരുന്നു, വീട്ടിൽ പ്രസവിക്കാനായിട്ട് നിർബന്ധിക്കുകയായിരുന്നു. അതേ തുടർന്ന് ഇന്നലെ 1 മണിയോടുകൂടിയാണ് ഈ മരണം സംഭവിക്കുന്നത്. 1:45 ഈ മരണം സ്ഥിരീകരിക്കപ്പെടുന്നത്. പക്ഷേ പുറത്തേക്ക് ഇത് വാർത്തകളായിട്ട് വന്നു തുടങ്ങിയത് 10 മണിയോടുകൂടിയാണ്. റെസിഡൻസ് അസോസിയേഷനിൽപ്പെട്ട ആളുകളാണ് പരാതി കൊടുത്തത്. ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ളവർ മുൻപേ ഇത്തരത്തിൽ ഈ പ്രശ്നമുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ മുൻ പ്രസവത്തിലടക്കം കോംപ്ലിക്കേഷൻസ് നേരിട്ടത് കൊണ്ട് തന്നെ ആശുപത്രിയിലടക്കം പോകണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പക്ഷേ ഭർത്താവ് അടക്കമുള്ളവർ കേട്ടില്ല, കുടുംബം അടക്കമുള്ളവർ കേട്ടില്ല എന്നുള്ളത് തന്നെയാണ് റെസിഡൻസ് അസോസിയേഷൻ അടക്കമുള്ളവർ ആരോപിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നേമം പോലീസ് എടുത്തിരിക്കുന്ന കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് ഈ വീട്ടിൽ പ്രസവിക്കാനായി നിർബന്ധിച്ചു? അപ്പൊ തന്നെ ഇവർ ആദ്യ മുൻപ് ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം പറയുന്നു. അത് ഈ വീട്ടിൽ തന്നെയായിരുന്നോ? വീട്ടിൽ തന്നെയായിരുന്നു. ഈ 3 പ്രസവവും വീട്ടിൽ തന്നെയായിരുന്നു. ഇതിപ്പോ 4ാമത്തെ പ്രസവമാണ്. 4ാമത്തെ പ്രസവത്തിലാണ് ഇത്തരത്തിൽ അമിത രക്തസ്രാവം അടക്കമുള്ളവ ഉണ്ടായിട്ടാണ് അമ്മയും കുട്ടിയുമാണ് മരണപ്പെട്ടിട്ടുള്ളത്. അക്ഷയ, അപ്പം ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, ഈ 3 പ്രസവവും അതുപോലെ തന്നെ ഈ നയാസ് മുൻപും വിവാഹിതനാണ്. ആ പ്രസവങ്ങളും ഇവിടെ തന്നെയാണ് നടന്നിട്ടുള്ളത്. സമയക്കുറവുള്ള നടപടികൾ. എന്തായാലും അത് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടിയാണ്. 3 പ്രസവ സ്ത്രീ വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചത്. 4ാമതും വീട്ടിൽ പ്രസവിക്കാനായി ഭർത്താവും ഭർത്തൃ വീട്ടുകാരുമാണ് നിർബന്ധിച്ചത്. ഇതിനെ തുടർന്നാണ് മരണം സംഭവിക്കാനടക്കമുണ്ടായിരിക്കുന്നത്. എന്തായാലും ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.